നമസ്കാരം. കുട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതത്തിലെ പ്രധാന അംശങ്ങളായ താളങ്ങൾ, അതിപ്രാചീന ആദ്യ താളങ്ങളായ പഞ്ചതാളങ്ങളെ പ്രതിനിധീകരിച്ചുള്ള കുട്ടിപ്പാടി സേവയിൽ അല്ലെങ്കിൽ സോപാന സംഗീതത്തിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ആകെയുള്ള 5 താളങ്ങൾ, പഞ്ചതാളങ്ങളെ പ്രതിനിധീകരിച്ചുള്ള 5 താളങ്ങൾ, അതുപോലെ ഇടയ്ക്ക കൂട്ടുന്നതിലെ ഗണപതി കൂട്ടുക, കൂറ് കൂട്ടുക, തീർ കൂട്ടുക, അതിനുശേഷം നമ്മൾ നിദാനരാഗങ്ങൾ, ഈ ഭാഗത്താണ് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നിദാനരാഗങ്ങളിൽ ദേശാക്ഷി രാഗത്തെക്കുറിച്ചുള്ള അർത്ഥവ്യാപ്തി മുൻപ് വിശദീകരിച്ചിരുന്നു. അടുത്തതായി ശ്രീകണ്ഠി എന്നുള്ള ഒരു രാഗമാണ്. ഉഷപൂജ കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ അടുത്തതായി നടത്തപ്പെടുന്ന പൂജാക്രമം എതിർത്ത് പൂജ എന്ന് പറയുന്നത്, എതിരേറ്റ് പൂജ, എതിർത്ത് പൂജ എന്നൊക്കെ പറയും. അതിന്റെ ഒരു സമയം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 6-നും 7-നും ഇടയ്ക്കുള്ള രാവിലെ 6 AM 7 AM ഇടയ്ക്കുള്ള സമയത്താണ് ഇത് നടത്തപ്പെടാറ് മിക്ക ക്ഷേത്രങ്ങളിൽ. ദേശാക്ഷി എന്നുള്ള രാഗത്തെ കുറിച്ച് സൂചിപ്പിച്ച പോലെ ബാക്കിയുള്ള 9 നിദാന രാഗങ്ങൾക്കും തന്ത്രശാസ്ത്ര അധിഷ്ഠിതമായ പൂജാക്രമത്തിനനുസരിച്ചുള്ള ആവിഷ്കാരം പൂർവികർ നടത്തി വന്നപ്പോൾ, ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ എതിരേറ്റ് പൂജയ്ക്ക് ശ്രീകണ്ഠി എന്ന രാഗമാണ് ധ്യാനി രാഗമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകണ്ഠി എന്ന വാക്കിന്റെ അർത്ഥം മലയ പർവ്വതം. അത് ഇപ്പൊ അതിനൊക്കെ പേര് വേറെയാണ്. ചന്ദനമരങ്ങൾ നിറഞ്ഞ മലയ പർവ്വതം. അവിടെ വെയില്, സൂര്യന്റെ പ്രകാശം പതിക്കുന്ന സമയം, ആ സമയത്ത് നടത്തപ്പെടുന്ന പൂജ. പഴയ കാലത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, വാച്ച്, ക്ലോക്ക് ഇത്യാദികളൊന്നുമില്ല. സൂര്യനെ കണ്ടുകൊണ്ടുള്ള സമയക്രമം, അതിനനുസരിച്ചുള്ള ആവിഷ്കാരം. അപ്പോ മലയപർവ്വത പ്രദേശങ്ങളിൽ വെയിൽ പതിക്കുന്ന അല്ലെ സൂര്യരശ്മി പതിക്കുന്ന ആ സമയം, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം, ഉദിച്ചു വരുന്തോറുമാണല്ലോ ഭൂപ്രദേശത്ത് ഓരോ ഘട്ടങ്ങളിലായി സൂര്യപ്രകാശം, അതിന്റെ തീക്ഷ്ണത കൂടി വരും. ആ സമയത്ത് നടത്തപ്പെടുന്ന പൂജ, അതിന് ആവിഷ്കരിക്കപ്പെട്ട രാഗം, അതാണ് ശ്രീകണ്ഠി. മലയപർവ്വതം എന്നാണ് ശ്രീകണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത്. പിന്നെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ പരമശിവന്റെ കണ്ഠത്തിലുള്ള കാളകൂട വിഷത്തിന്റെ ആ ഒരു അടയാളം, അതിന് ശ്രീകണ്ഠം എന്ന് പറഞ്ഞ് ഒരു പര്യായ അർത്ഥമുണ്ട്. ശ്രീകണ്ഠൻ എന്ന ശിവന് പേര് വരാനും കാര്യം അതാണ്. അപ്പൊ ശ്രീകണ്ഠി രാഗം എതിരേറ്റ് പൂജയ്ക്ക് നിഷ്കർഷിക്കപ്പെട്ടു. അങ്ങനെ അടുത്ത പൂജ എന്ന് പറയുന്നത് നളത്ത രാഗമാണ് വരുന്നത്. അത് പന്തീരടി പൂജയ്ക്കാണ്. അവിടെയും സൂര്യന്റെ ചംക്രമണത്തെയാണ് പൂജയ്ക്ക് തന്ത്രശാസ്ത്രാധിഷ്ഠിതമായി പൂജയ്ക്ക് പറയുന്നത് പന്തീരടി പൂജ. പന്തീരടി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് അഭിമുഖമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നിഴൽ 12 അടി പുറകിൽ വരത്തക്ക രീതി, ആ സമയം സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം നമ്മൾ സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മുടെ നിഴല് 12 അടി പുറകിൽ നീളത്തിൽ വരും. അതാണ് പന്തീരടി എന്നുള്ള ആ ഒരു വാക്ക് അവിടെ വരാനിടയായി. കൃത്യമായ സമയമൊക്കെ പിൽക്കാലത്താണ് ആവിഷ്കൃതമായത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ആ സമയത്തുള്ള പൂജയ്ക്ക് ആവിഷ്കരിക്കപ്പെട്ട രാഗം, അതിന്റെ ധ്യാനി രാഗം നളത്ത എന്നാണ്. നളം പ്ലസ് തൽ എന്നാണ് അതിനെ പിരിക്കുമ്പോൾ ഉണ്ടാകുന്ന
അർത്ഥസൂചന. നളം എന്ന് പറഞ്ഞാൽ ആമ്പൽ അല്ലെ താമര എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരും. മുകുളങ്ങളായിട്ട് നിൽക്കുന്ന, മുട്ടോട് കൂടി നിൽക്കുന്ന പുഷ്പങ്ങൾ, അതിനൊക്കെ അങ്ങനെ ഒരു അർത്ഥവ്യാപ്തി വരും, പരിശോധിച്ച് വരും. ആമ്പല, താമര മുതലായ പുഷ്പങ്ങൾ സൂര്യപ്രകാശം ഏറ്റാലേ വിരിയുള്ളൂ അല്ലെ? സൂര്യനാണല്ലോ എല്ലാത്തിനും ഊർജം. ഋഗ്വേദത്തിൽ പോലും ആരാധ്യദേവത സൂര്യനാണ്. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ സൂര്യനുള്ള പ്രാധാന്യം എത്രത്തോളമാണ്? ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും സജീവമായി ചൈതന്യപരമായി വർത്തിക്കണമെങ്കിൽ സൂര്യപ്രകാശം ഊർജം വേണം. അപ്പം ഈ ആമ്പല, താമര മുതലായ പുഷ്പങ്ങൾ വിരിയണമെങ്കിൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടി തുടങ്ങുമ്പോഴേ, സാധാരണ പൂക്കൾ പോലും അങ്ങനല്ലേ, നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചുദിച്ച് വരുന്നതനുസരിച്ചാണ് പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞു വരുന്നത്. അപ്പോ നളം, താമര അല്ലെങ്കിൽ ആമ്പല ഇത്യാദി പൂവുകൾ വിരിയുന്ന സമയം, തൽ സമയം. അപ്പൊ നളം പ്ലസ് തൽ, നളന്തൽ, അത് പറഞ്ഞു പറഞ്ഞാണ് നളത്ത എന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും സർവ്വസാധാരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ രാഗങ്ങൾ ഇങ്ങനെയുള്ള ഒരു പദ്ധതി കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന ഈ മധ്യ തിരുവിതാംകൂർ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അവിടെയൊക്കെയാണ് കൂടുതൽ ക്ഷേത്ര തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് തമ്മിലുള്ള ആ ഒരു തന്ത്രശാസ്ത്രപരമായ ആ പൂജാ ആവിഷ്കാരവും അന്നത്തെ പൂർവിക ആചാര്യന്മാർ അതിന് ക്രമാംഗമായിട്ട് ആവിഷ്കരിക്കപ്പെട്ട ഈ രാഗ പദ്ധതി, കുട്ടിപ്പാടി സേവയിലെ ഈ രാഗ പദ്ധതിയുടെ തമ്മിലുള്ള ആന്തരികമായിട്ടുള്ള ബന്ധം എത്രത്തോളം വലുതാണ്, വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുപോലെ 9ഓളം നിദാനരാഗങ്ങൾ, പ്രദോഷ പൂജയ്ക്ക് പ്രദോഷ ധ്യാനിയുണ്ട്. മാസത്തിൽ ഒന്നേ അത് വരും, രണ്ട് പ്രദോഷം വരും. അതുപോലെ വിശേഷപ്പെട്ട അവസരങ്ങളിൽ ഓരോരോ പൂജയ്ക്ക്, വിളക്കിനെഴുന്നള്ളിപ്പ്, ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള വിളക്കിനെഴുന്നള്ളിപ്പിന് അതിനൊരു പ്രത്യേക ധ്യാനിയുണ്ട്. ഇങ്ങനെ 9ഓളം ധ്യാനികൾ നിദാന രാഗ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കുട്ടിപ്പാടി സേവ അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന യൂട്യൂബിലൊക്കെ മിന്നിമറഞ്ഞ് നിമിഷങ്ങളോളം മാത്രമായി കാണുന്ന സോപാന സംഗീതം എന്ന് പറയുന്ന ആ സംഗീത ശാഖയിലെ പ്രധാനപ്പെട്ട, അതിപ്രധാനപ്പെട്ട വസ്തുതകളാണ് നിദാനരാഗം, ഇടയ്ക്കാവാദനത്തിലെ കൂറ്, തീറ്, ഗണപതി കൊട്ടുക, കൊട്ടിവെപ്പ്, അതുപോലെ ധ്യാനിരാഗ ആലാപനം, ധ്യാനി എന്ന് പറയുന്ന സംഗീത ശകലം, അതായത് 8 വരി കവിതകൾ, ആ മൂർത്തി, പ്രതിഷ്ഠാമൂർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള, സ്തുതിച്ചുകൊണ്ടുള്ള 8 വരി ഗാനശകലങ്ങളാണ് ധ്യാനി എന്ന് പറയുന്നത്. അതായത് അകത്ത് നടത്തുന്ന ധ്യാനത്തിന് തുല്യമായിട്ട്, ശ്രീകോവിനുള്ളിൽ താന്ത്രികൻ നടത്തുന്ന ധ്യാനം, ആത്മാരാധന, ഇതിനൊക്കെ തുല്യമായിട്ട് പുറത്ത് ആവിഷ്കരിക്കപ്പെടുന്ന കുട്ടിപ്പാടി സേവയിലെ അതിപ്രധാന ഘടകമാണ് ധ്യാനി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് കുട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതം എന്ന അനുഷ്ഠാന ഗാനവാദ്യ സമർപ്പണ കലയിലെ പ്രധാനപ്പെട്ട അംശങ്ങളാണ് വിവരിച്ചു വരുന്നത്. കുട്ടിപ്പാടി സേവയിലെ അതിപ്രധാന ഘടകമായ, സുപ്രധാന ഘടകമായ നിദാനരാഗങ്ങളുടെ ആന്തരികമായ ഒരു തത്വം അല്ലെങ്കിൽ അർത്ഥം, കുട്ടിപ്പാടി സേവയിൽ എങ്ങനെ അത്, അതിന് എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ കുട്ടിപ്പാടി സേവ അല്ലെങ്കിൽ സോപാന സംഗീതം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മുമ്പ് പറഞ്ഞ ഇടയ്ക്ക വാദനത്തിലെ കൂറ്, തീറ് മുതലായവയും അതുപോലെ നിദാനരാഗ പദ്ധതി. അപ്പൊ ആ നിദാനരാഗങ്ങള് ദേശാക്ഷി, ശ്രീകണ്ഠി നമ്മൾ
പ്രതിപാദിച്ചു. നളത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് മലഹരി എന്ന് പറയുന്ന ഉച്ചപൂജയ്ക്കുള്ള രാഗം. അതിന്റെ അർത്ഥവ്യാപ്തി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, മലയുടെ മുകളിൽ, മല എന്ന് പറഞ്ഞാൽ പർവ്വതം അറിയാമോ. ഹരി എന്ന വാക്കിനർത്ഥം സൂര്യൻ എന്നാണ്. സംസ്കൃതത്തിൽ ഹരി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നൊരു പര്യായം. അപ്പൊ അവിടെ നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ സൂര്യന്റെ ആ ഒരു സഞ്ചാരക്രമത്തെ അടിസ്ഥാനപ്പെടുത്തി മലഹരി, മലയുടെ മുകളിൽ, പർവ്വതത്തിന് മുകളിൽ നിൽക്കുന്ന സൂര്യൻ അത്രത്തോളം വിളഞ്ഞ് മലച്ച് തെളിഞ്ഞു നിൽക്കുന്ന വെയിൽ പ്രകാശം, സൂര്യപ്രകാശം, സൂര്യൻ അത്രത്തോളം ഉദിച്ചുയർന്നു എന്നുള്ള ആ സമയത്തുള്ള ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ നട്ടുച്ചയല്ല, നമ്മള് നല്ല രീതിയിൽ സൂര്യനെ കാണാറാകുന്ന ഒരു സമയം, ഒരു 10 മണി 10:30 മണി ആ ഒരു സമയമൊക്കെ വരുമ്പോഴാണ് രാവിലെ. ആ സമയത്താണ് മലഹരി രാഗം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു 2 സ്വരം, ഒരു ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ പാടാം. നിദാന രാഗങ്ങളുടെ സ്വരം ഉൾപ്പെടെ പാടി റെക്കോർഡ് ചെയ്ത് പിന്നീട് ഞാനത് യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇടുന്നതാണ്. അത് അടുത്ത ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നു. സരി മാഗരി സരി മമ പ ദ പ മ പ ദ ദ പ മ പ ദ സ ദ സ. ഇങ്ങനെയാണ് അതിൻ്റെ സ്വരക്രമം പോകുന്നത്. മുഴുവൻ ആലോചിക്കണ സമയം വേണം. അതിൻ്റെ ധ്യാനി പിന്നെ മുഴുവനായിട്ട് പാടണം. അതൊരു ഗണപതിയുടെ ഒരു സങ്കല്പത്തിലുള്ള ധ്യാനിയാണ് സർവ്വസാധാരണമായിട്ട് പാടിയത്. മൂർത്തിക്കനുസരിച്ചുള്ള ധ്യാനി നമുക്ക് പാടാവുന്നതാണ്. രാഗത്തിനാണ് നിഷ്കർഷ. ഇന്ന രാഗത്തിലേ പാടാവുള്ളൂ എന്ന് നിഷ്കർഷയുണ്ട്. അത് ആ രാഗം തന്നെ ഉപയോഗിക്കും. ആ രാഗത്തിൽ ഇതൊക്കെ ഒരു പരമ്പരാഗത പുരാതന രാഗസങ്കല്പമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചേരുന്ന സാഹിത്യം ഉൾപ്പെട്ടിട്ടുള്ള നല്ല സ്തുതി ഗാനങ്ങൾ, ഈ ചെറിയ 8 വരി കവിതകളാണ് ധ്യാനികളായിട്ട് ഉപയോഗിച്ചതാണ്. ദേവതാ പ്രതിഷ്ഠ എന്താണ്, ആ പ്രതിഷ്ഠയ്ക്ക് അനുസൃതമായിട്ടുള്ള ധ്യാനി സാഹിത്യം അതിനകത്ത് ഉപയോഗിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. രാഗം കൃത്യമായിട്ട് അവ തന്നെ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള പിന്നെ പൂജിക്കുന്ന രാഗമുണ്ട്, അതനുസരിച്ച് തന്നെ ചെയ്യാം. ഇത് ധ്യാനി രാഗത്തിലാണ്. മറ്റ് കീർത്തനങ്ങൾ ആലപിക്കുന്ന വ്യവസ്ഥയല്ല ഈ പറഞ്ഞത്. ഈ ധ്യാനി പാടിക്കഴിഞ്ഞ് കൂറും പൊട്ടിക്കഴിഞ്ഞിട്ടാണ് മറ്റ് സ്തുതിഗീതങ്ങളും കീർത്തനങ്ങളും അഷ്ടപതി പോലുള്ളതും ഒക്കെ പാടുന്നത്.